ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അമ്മയായിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ദാ ഇവിടെ ഉണ്ട്. അമ്മ കുറച്ച് ഷൈയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഇതെൻ്റെ വീട്ടിൻ്റെ ഇവിടെ അടുത്തുള്ള സംഭവമാണ്. ഇതെന്തെന്ന് വെച്ചാൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെന്തെന്ന് വെച്ചാൽ പാവ് ഉണക്കണയാണ്. ഇത് നമ്മൾ തറിയില്ലേ, നെയ്ത്ത് മുണ്ട് ആ സാധനമാണ്. അപ്പോൾ പാവ് ഉണക്കണയാണ്. അപ്പോൾ മഴയായിട്ട് അവർ ഒരു ഇത് വെച്ച് മൂടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കൈത്തറിയുടെ ഏരിയയാണ്. അപ്പം ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്ക് ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ ഇതുപോലെ പാവ് ഉണക്കായിരുന്നതും അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ. ഇനി ഞങ്ങൾ നേരെ ബാലരാമപുരത്ത് നടന്നു പോവുകയാണ്. ബാലരാമപുരത്ത് നോക്കി നമ്മൾ തെരുവ് വഴിയാണ് വന്നത്. ചാലിയാർ തെരുവ് എന്ന് പറയും. അപ്പോൾ അവിടുത്തെ ക്ഷേത്രമാണ് ഇത്, അഗസ്ത്യാർ സ്വാമി ക്ഷേത്രം. ഇവിടെ നല്ല വൈബാണ്. തമിഴ് ആൾക്കാരാണ് താമസിക്കുന്നത്. ചാലിയർ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഉള്ളവർ നല്ല കോലമൊക്കെ ഇട്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ. പിന്നെ ഞങ്ങൾ തുണി എടുക്കാനാണ് പോയത്. തുണിയല്ല, ബ്ലൗസ് പീസ്. അങ്ങനെ ചിത്ര എന്ന് പറയുന്ന ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ബ്ലൗസ് പീസൊക്കെ ഏകദേശം എടുക്കുന്നത്. ഈ ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ അമ്മയുടെ അടുത്ത് കേട്ട് വാങ്ങിത്തരുമെന്ന് അമ്മ വാങ്ങിത്തരില്ല. റേറ്റ് കുറച്ച് കൂടുതലാണ്, 700 സംതിങ് ആണ്. പക്ഷേ ടോപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുത്തി. അത്ര അടിപൊളി ടോപ്പാണ്. അപ്പം നമ്മൾ വന്ന് ബ്ലൗസ് എടുക്കാനാണ്. പിന്നെ ബ്ലൗസ് എടുത്തിട്ട് നമ്മൾ ബിൽ സെക്ഷനിലോട്ട് പോയി. ഒരുപാട് റേറ്റൊന്നും ആയില്ല, 110 രൂപയായിരുന്നു. കാരണം ബ്ലൗസ് പീസ് എടുക്കാൻ മാത്രമാണ് വന്നത്. ഇതാണ് ആ കട, ചിത്ര എന്ന് പറയും. ബാലരാമപുരത്തുള്ള കടയാണ്. പിന്നെ നേരെ വന്നത് നമ്മളെ വീട്ടിൽ ക്ലോക്കൊക്കെ ഇല്ലാതെ പോയി. ഇവിടെ നിന്നാണ് നേരത്തെ വാങ്ങി. ആ വൈറ്റ് കളർ ക്ലോക്കാണ് എൻ്റെ വീട് നേരത്തെ ഉണ്ടായിരുന്നത്. അതില്ലാതായി പോയി. അപ്പോൾ പുതിയ ക്ലോക്ക് വാങ്ങാമെന്ന് പറഞ്ഞാണ് വന്നത്. പിന്നെ ഞാൻ ചുമ്മാ പര വായി നോട്ടായിരുന്നു. വാച്ചൊക്കെ നല്ല വാച്ചുണ്ടോ, ഇതിലൊരു ക്ലോക്കാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ അവിടെ നേരെ മീൻ വാങ്ങാൻ വേണ്ടി ചന്തയിലോട്ടാണ് പോകുന്നത്. ഇത് ബാലരാമപുരം ചന്തയാണ്. ഒരുപാട് ദൂരമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചടുത്താണ് ഈ ബാലരാമപുരം ചന്ത. അവിടെ എത്തിയപ്പോൾ എൻ്റെ പൊന്നോ മഴയെന്ന് പറഞ്ഞ് കൊടുങ്കാറ്റോടുകൂടി മഴ. ഷീറ്റൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. ഞാൻ കയറി എന്നെയും കൂടെ എടുത്തുകൊള്ളു. കുടയൊക്കെ വളഞ്ഞു പോകണ രീതിയിലുള്ള മഴയായിരുന്നു. പിന്നെ ഞാൻ അമ്മയോട് കുറച്ച് നേരം കയറി നിന്നു. അമ്മ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മഴയ്ക്ക് ഫോൺ വേണമെന്നൊക്കെ ചോദിച്ച് ഞാൻ ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ എന്നാലും വീട്ടിലെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ, ഒരുപാട് അത്രയ്ക്ക് നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ മീൻ വാങ്ങാൻ നേരെ മീൻ ചന്തയിലോട്ടാണ് കയറിയത്. അപ്പം മീൻ നോക്കിയപ്പോൾ മീനിന് ഇത്രയും വിലയുണ്ട്. ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തൊരു വിലയാണ്. അപ്പോൾ കൊഞ്ച് നോക്കി, പക്ഷേ ഞങ്ങൾക്ക് അതിപ്പോൾ കൊഞ്ച് വയറ്റിന് അത്ര പിടിക്കുന്നില്ല. അപ്പോൾ കൊഞ്ച് വാങ്ങിയത് ആസ് യൂഷ്വൽ ചാളയാണ് വാങ്ങിയത്. ചാള നമ്മുടെ വികാരമാണല്ലോ കേരളക്കാരുടെ. മത്തി എന്നൊക്കെ നിങ്ങളുടെ നാട്ടിൽ പറയും. ഞങ്ങൾ ട്രിവാൻഡ്രം ഇങ്ങോട്ടൊക്കെ ചാള എന്നാണ് പറയുന്നത്. ഇത് വെളിയിലോട്ടിറങ്ങും മഴയൊന്നും നമുക്കൊരു വിഷയമില്ല. ഞങ്ങളുടെ കയ്യിൽ കൂടെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ് നല്ല ഇതൊക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷെ നമ്മൾ ചളിച്ചു, അത്രയ്ക്ക് മഴയായിരുന്നു. കുറച്ച് ഒതുങ്ങാനായിട്ട് പിന്നെ ഒതുങ്ങി വന്നു. മഴയെന്ന് വെച്ചാൽ എൻ്റെ പൊന്നി മഴ. ഈ സ്കൂളിൽ പഠിച്ച സമയത്തുള്ള ഇതൊക്കെ ഓർമ്മ. ഈ മഴ പെയ്തപ്പം സ്കൂളിൽ നല്ല വൈബായിരുന്നു. ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇപ്പോൾ ചവിട്ടിൽ ഡെങ്കിപ്പനിയും വരും. അപ്പോൾ ഇതിന് നേരെ പള്ളിയിലോട്ടാണ് പോയത്. ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയാണ്, സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് എന്ന് പറയും. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഇവിടെ നല്ല വൈബാണ്, നല്ലൊരു അന്തരീക്ഷമാണ്. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയത്. കുളമായി പോയ ഷോപ്പിങ്ങാണ്, മുടിഞ്ഞ മഴയായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. ഒരു ബൈ കൊടുമ്മ. അമ്മ ബൈ തരൂലെന്നാണ് പറയുന്നത്. അതിന് വേണ്ടി ഞാൻ തരാം. ബൈ മൈ ഫ്രണ്ട്സ്.